അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറന്നേക്കരുതേ. അപ്പോൾ കഥയിലേക്ക് കടക്കാം. നീ അറിഞ്ഞോ സുജേ, ശേഖറിൻ്റെ കുട്ടി തിരികെ വന്നു എന്ന്? കാര്യമായി ലാപ്ടോപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന നിരഞ്ജൻ്റെ വിരലുകൾ ഒരു നിമിഷം രേഖമ്മായിയുടെ ആ വെളിപ്പെടുത്തലിൽ നിശ്ചലമായിപ്പോയി. ആര്? പൗർണമിയോ? ചോദിക്കുമ്പോൾ സുജാതയുടെ മുഖത്തും നേരിയ അത്ഭുതം. അതിന് കെട്ടിച്ചു വിട്ടെടുത്ത് വലിയ കഷ്ടപ്പാടല്ലായിരുന്നോ? എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നേ. അവൾ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നതാണെന്നൊക്കെയാ എല്ലാവരും പറയുന്നത്. സുജാത ഒന്ന് നെടുവീർപ്പിട്ടു. ഒപ്പം അവർ മുഖം ചിരിച്ച് നിരഞ്ജനെ ഒന്ന് നോക്കി. അവൻ്റെ മുഖം ചുവന്നു കയറിയിരിപ്പാണ്. ഓർമ്മകളുടെ വേലിയേറ്റത്തിൽപ്പെട്ട് അവൻ ഒന്നാകെ ഒന്ന് ആടി ഉലയുന്ന പോലെ. ഒന്നും മിണ്ടാതെ അവൻ അങ്ങ് മുറിയിൽ കയറി വാതിലടച്ചപ്പോൾ സുജയുടെ നോട്ടം ഒരു നിമിഷം ആ ചുമരിൽ തൂങ്ങിയിട്ടിരിക്കുന്ന നിരഞ്ജൻ്റെ അച്ഛൻ ദേവനിൽ ഉടക്കി. ഏകാധിപതിയെപ്പോലെ ദേവൻ ചിരിച്ചിരിക്കുകയാണ് ആ ഫോട്ടോയിൽ. സ്നേഹിക്കുന്നവരെയെല്ലാം തമ്മിൽ പിരിച്ചിട്ട് നിങ്ങൾ എന്ത് നേടി ദേവേട്ട? ഭർത്താവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് അമർഷത്തോടെ ചോദിച്ചുപോയി സുജ. ഇന്നേരം നിരഞ്ജൻ തൻ്റെ മുറിയിൽ ജനലോരം ചേർന്ന് നിൽക്കുകയായിരുന്നു. അതുവഴി നോക്കിയാൽ പൗർണമിയുടെ വീട് കാണാം. അധികം വ്യക്തമായിട്ടല്ലെങ്കിലും നേർത്തതായി കാണാൻ കഴിയും. നിരഞ്ജൻ ഒന്ന് നെടുവീർപ്പിട്ടു. പഴയകാല ഓർമ്മകൾ അവൻ്റെ ഉള്ളിൽ തേരോടിക്കൊണ്ടിരുന്നു. നിരഞ്ജനും പൗർണമിയും കുഞ്ഞുനാൾ മുതൽ കണ്ടു വളർന്നവരാണ്. മംഗലത്തെ കാര്യസ്ഥൻ ശങ്കരൻ്റെ മകളാണ് പൗർണമി. ചെറുതിലെ അതിൻ്റെ അമ്മ മരിച്ചതാണ്. എന്നും അടുത്ത് കാണുന്നവർ ആയിരുന്നിട്ട് കൂടെ നിരഞ്ജനും പൗർണമിയും വലിയ കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാണുമ്പോൾ വെറുതെ ഒന്ന് ചിരിക്കും. ഇടയ്ക്ക് വല്ലപ്പോഴും എന്തെങ്കിലും ഒന്ന് ചോദിക്കും, അത്രമാത്രം. അങ്ങനെ രണ്ടാളും വളർന്നു. പൗർണമി ഡിഗ്രി 2ാം വർഷം പഠിക്കുമ്പോൾ അതേ കോളേജിൽ PG ചെയ്യുകയാണ് നിരഞ്ജൻ. നിരഞ്ജൻ്റെ അച്ഛൻ ദേവനായിരുന്നു പൗർണമിയെ പഠിക്കാനും സഹായിച്ചിരുന്നത്. അങ്ങനെ നിരഞ്ജൻ്റെ കോളേജ് കാലഘട്ടം അവസാനിക്കാൻ ഏതാനും മാസങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് നിരഞ്ജൻ്റെ കൂട്ടുകാരിൽ ഒരുത്തൻ യദു ഒരു സംശയം പറയുന്നത്. പൗർണമിക്ക് നിരഞ്ജനെ കാണുമ്പോൾ ഒരു വിക്കലും വിറയലും കവിൾ ചുവപ്പിക്കലും എല്ലാം ഇല്ലേ എന്ന്. നിരഞ്ജൻ അത് തമാശയായി വിട്ടെങ്കിലും യദുവിൻ്റെ അതേ സംശയം ബാക്കി ചിലർക്കും കൂടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ നിരഞ്ജൻ അതിശയം. അന്ന് മുതലാണ് നിരഞ്ജൻ പൗർണമിയെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. താൻ നോക്കുമ്പോൾ അവളുടെ മിഴികൾ പിടയുന്നതും തന്നോട് സംസാരിക്കുമ്പോൾ അവൾക്ക് ഇല്ലാത്ത വിക്ക് വരുന്നതും എല്ലാം അവനും ശ്രദ്ധിച്ചു തുടങ്ങി. ആദ്യമൊക്കെ നിരഞ്ജന് അതൊരു തമാശയായിരുന്നു. പക്ഷെ പോകെ പോകെ നിരഞ്ജൻ്റെ ഉള്ളിൽ അവൻ പോലും അറിയാതെ പൗർണമി എന്ന അധ്യായം തുറന്നു കഴിഞ്ഞിരുന്നു. ഒരിക്കൽ പൗർണമിയെ ഒത്തുകിട്ടിയപ്പോൾ നിരഞ്ജൻ്റെ കൂടെയുള്ള ഒരുത്തൻ ഒരു തമാശ ഒപ്പിച്ചു. അവളെ അങ്ങ് വിളിച്ചു വരുത്തി അവളുടെ മുഖത്ത് നോക്കി, നിനക്ക് നിരഞ്ജനോട് പ്രേമമാണോ എന്നൊരു ചോദ്യം. അവളൊന്നും മിണ്ടാതെ അതൊന്ന് നിഷേധിക്കുക കൂടെ ചെയ്യാതെ നിന്ന് താളം ചവിട്ടുന്നത് കാണെ നിരഞ്ജന് കൗതുകം തോന്നിപ്പോയി. അവൻ ഇമ്മ ചിമ്മാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽപ്പാണ് അവളുടെ ഉത്തരത്തിനായി. എന്താ ഇവിടെ? അതിനിടക്കാണ് നിരഞ്ജൻ്റെ ക്ലാസ്സിലെ ശരണ്യ അങ്ങോട്ട് വരുന്നത്. ഒരു പോയ കോടാലി എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ശരണ്യ. ഇവൾക്ക് നമ്മളുടെ നിരഞ്ജനോട് പ്രേമം. ഏത് ചിരിയോടെയാണ് ശരണ്യയോട് അത് പറഞ്ഞത്. ആർക്ക്? ഈ അമാവാസിക്കോ? കൊള്ളാം. ശരണ്യ കൈകൊട്ടി നിന്ന് ചിരിച്ചുപോയി. പൗർണമിയുടെ മുഖം അത് കേട്ടപ്പോൾ ഇരുണ്ടുപോയി. പൗർണമിയുടെ മാത്രമല്ല നിരഞ്ജൻ്റെയും. എന്തോന്നാടി ഇത്രയില്ലാത്തൊരു നാവ്? നിരഞ്ജൻ ദേഷ്യത്തോടെ എന്തോ പറയാൻ വന്നതാണ്. അതിനു മുമ്പ് യദു പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ തലക്കിട്ടൊരു കൊട്ടങ്ങ് കൊടുത്തു. എൻ്റെ നാവിന് ഇല്ലില്ലെങ്കിൽ എന്താ? പൗർണമിയെ പോലെ തലക്ക് വെളിവില്ലാതില്ലല്ലോ. തല ഒന്നൊഴിഞ്ഞുകൊണ്ട് ശരണ്യ യദുവിനെ നോക്കി കണ്ണു കൂർപ്പിച്ചു. എൻ്റെ പൗർണമി, നീ 2 നേരം കണ്ണാടിയിൽ നോക്കുമായിരുന്നുവെങ്കിൽ നീ ഈ സാഹസത്തിന് മുതിരില്ലായിരുന്നു. നീയും ഇവനും കൂടെ നടന്നു പോകുന്ന കണ്ട ആളുകൾ അമാവാസിയും പൗർണമിയും ഒപ്പം പോകുന്നെന്നേ പറയൂ. ശരണ്യ പിന്നെയും പറഞ്ഞപ്പോൾ പൗർണമിയുടെ ഹൃദയം ഒന്ന് നൊന്തു. ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ് പൗർണമി ഈ അവഗണന. കറുപ്പ് ഇത്രയും വലിയ ആഗോള പ്രശ്നമാണോ എന്ന് പൗർണമി പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്തോരം കുത്തുവാക്കുകൾ കേട്ടിരിക്കുന്നു, എന്തോരം വിഷത്തിൽ പൊതിഞ്ഞ തമാശകൾ കേട്ടിരിക്കുന്നു. പൗർണമിയുടെ കൺകോളുകൾ ഒന്ന് നിറഞ്ഞു. ഒന്നും മിണ്ടാതെ അവൾ തിരിഞ്ഞു നടന്നു കഴിഞ്ഞിരുന്നു. അന്ന് അവളുടെ ആ വേദന കലർന്ന മുഖം കണ്ടപ്പോഴാണ് പൗർണമി തനിക്കൊരു കൗതുകം മാത്രമല്ല എന്ന് നിരഞ്ജൻ അങ്ങ് ഉറപ്പിച്ചത്.
അവൻ അന്ന് കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല. അത്രമേൽ അവൻ്റെ ഉള്ളിൽ പൗർണമി ഉണ്ടായിരുന്നു. കുറേ ദിവസങ്ങൾ പൗർണമി അവൻ്റെ മുന്നിൽ വരാതെ ഒഴിഞ്ഞു മാറിയങ്ങ് നടന്നു. നിറം മങ്ങിയ ആ പഴയ ഓർമ്മകളുടെ താളുകളിലേക്ക് നിരഞ്ജൻ്റെ മനസ്സ് ഒരിക്കൽ കൂടി പിന്നോട്ട് സഞ്ചരിച്ചു. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വൈകുന്നേരം. ശരണ്യയുടെ പരിഹാസ വാക്കുകൾക്ക് ശേഷം പൗർണമി തന്നെ പൂർണ്ണമായി ഒഴിവാക്കാൻ തുടങ്ങിയ ആ നാളുകൾ. അവൻ്റെ ഉള്ളിൽ പ്രണയത്തിൻ്റെ തീക്കന്നൽ ആളിക്കത്തിയ ദിവസങ്ങളായിരുന്നു അത്. അങ്ങനെ ഒരു ദിവസമാണ് മംഗലത്ത് തറവാടിൻ്റെ പൂമുഖത്തിരുന്ന് എന്തോ എഴുതുകയായിരുന്ന നിരഞ്ജൻ്റെ കാതുകളിലേക്ക് ആ ശബ്ദം വന്നു വീണത്. പൗർണമിയുടെ അച്ഛൻ തങ്ങളുടെ വിശ്വസ്തനായ ശങ്കരമാമ ഉറക്കെ എന്തോ പറയുന്നുണ്ടായിരുന്നു. പൗർണമി മോളെ, ആ കിഴക്കേ പറമ്പിലെ വലിയ മരത്തിൽ ഇഷ്ടം പോലെ ചാമ്പക്കുണ്ടായി നിൽക്കുന്നുണ്ട്. നിനക്ക് ചാമ്പക്ക ജീവനാണല്ലോ, പോയി കുറച്ച് പൊട്ടിച്ച് കഴിച്ചോ മോളെ. അച്ഛൻ പറയുന്നത് കേട്ട് അകത്ത് നിന്ന് പൗർണമി ഒരു ചെറിയ തുണിസഞ്ചിയുമായി പുറത്തേക്ക് വരുന്നത് നിരഞ്ജൻ ജനൽ വഴി കണ്ടു. കോട്ടൺ പാവാടയും ബ്ലൗസും ധരിച്ച് എണ്ണമയമുള്ള മുടി ഒതുക്കി കെട്ടി അച്ഛനോടൊന്ന് തലയാട്ടി അവൾ മുന്നോട്ട് നടന്നു. ദിവസങ്ങളായി അവളൊന്ന് നേരെ നോക്കാൻ പോലും കൂട്ടാക്കാതെ നടന്നതിൻ്റെ സങ്കടവും ദേഷ്യവും നിരഞ്ജൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. അവൾ നടന്നു നീങ്ങുന്നത് കണ്ടതും നിരഞ്ജൻ തൻ്റെ പേന മേശപ്പുറത്ത് വെച്ച് പതുക്കെ അവൾക്ക് പിന്നാലെ ഇറങ്ങി. അസ്തമയ സൂര്യൻ്റെ പ്രഭയേറ്റ് കിഴക്കേ പറമ്പ് ചുവപ്പണിഞ്ഞു കിടക്കുന്നുണ്ട്. വശങ്ങളിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ചെടികൾക്കിടയിലൂടെ പൗർണമി ആ വലിയ ചാമ്പമരച്ചോട്ടിലെത്തി. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. മരം നിറയെ നല്ല ചോര ചുവപ്പുള്ള ചാമ്പക്കകൾ തൂങ്ങി നിൽക്കുകയാണ്. അവൾ സഞ്ചിയുമേന്തി മരത്തിനടുത്തേക്ക് നീങ്ങി. കാൽവിരലുകളിൽ ഊന്നി കൈകൾ പരമാവധി മുകളിലേക്ക് നീട്ടി അവൾ ഒരു ചാമ്പക്കയിലേക്ക് കൈയെത്തിക്കാൻ നോക്കി. പക്ഷെ അവളുടെ കൈകൾക്ക് തൊടാനാകാത്തത്ര ഉയരത്തിലായിരുന്നു നല്ല വലിയ ചാമ്പക്കകൾ ഉണ്ടായിരുന്നത്. വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ടും കിട്ടാതെ വന്നപ്പോൾ അവൾ നേരിയ നിരാശയോടെ കിതച്ചു. ഞാൻ സഹായിക്കണോ പൗർണമി? പെട്ടെന്ന് പിന്നിൽ നിന്നും കേട്ട ആ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ട് പൗർണമി ഞെട്ടി തിരിഞ്ഞു നോക്കി. തൊട്ടു പിന്നിൽ കൈകൾ രണ്ടും നെഞ്ചിൽ പിണച്ചു കെട്ടി ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരിയോടെ നിരഞ്ജൻ നിൽക്കുന്നു. അവനെ കണ്ടതും പൗർണമിയുടെ മുഖം ഒരു നിമിഷം വിളറി. ശരണ്യയുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ വീണ്ടും മുഴങ്ങി. അമാവാസിയും പൗർണമിയും ഒപ്പം നടക്കുന്നത് പോലെയെന്ന്. അവൾ പെട്ടെന്ന് തൻ്റെ വിറയൽ മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞു. അവനോടൊരു വാക്കുപോലും മിണ്ടാതെ തനിക്ക് കൈയെത്തുന്ന താഴെയുള്ള ചില്ലകളിൽ നിന്നും ചെറിയ ചാമ്പക്കകൾ മാത്രം തിരഞ്ഞു പിടിച്ച് വേഗത്തിൽ സഞ്ചിയിലാക്കാൻ തുടങ്ങി. അവളുടെ ആ അവഗണന നിരഞ്ജൻ്റെ നെഞ്ചിൽ ഒരു കൂരമ്പ് പോലെയാണ് തറച്ചത്. ഇത്രയും ദിവസമായി താൻ ഒരു നോക്ക് കാണാൻ വേണ്ടി നടക്കുമ്പോൾ തൻ്റെ സാന്നിധ്യം പോലും ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവൾ തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ സങ്കടം പതുക്കെ ദേഷ്യത്തിന് വഴിമാറാൻ തുടങ്ങി. തനിക്ക് കിട്ടിയ ചാമ്പക്കുകളും കൊണ്ട് അവിടെ നിന്നും വേഗത്തിൽ നടന്ന് നീങ്ങാൻ പൗർണമി തിരിഞ്ഞതേയുള്ളൂ. നിൽക്കടിയോടെ! ഈ ഒരു ഇടിമുഴക്കം പോലെ നിരഞ്ജൻ്റെ ശബ്ദം കേട്ടു. വിചാരിച്ചതിലും വേഗത്തിൽ മുന്നോട്ട് നീങ്ങിയ നിരഞ്ജൻ അവളുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു നിർത്തി. പെട്ടെന്നുള്ള അവൻ്റെ ആ ഭാവമാറ്റത്തിലും സ്പർശനത്തിലും പൗർണമി ആകെ ഞെട്ടിപ്പോയി. മാൻപയുടെ പോലെ അവളുടെ മിഴികൾ വിടർന്നു. എന്താടി നിനക്ക് എന്നെ കണ്ട ഇപ്പോൾ കണ്ണി പിടിക്കുന്നില്ലേ? അമർഷത്തോടെയും പരിഭവത്തോടെയും നിരഞ്ജൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്നെ വിട് നിരഞ്ജേട്ടാ, അച്ഛൻ കാത്തു നിൽക്കുന്നുണ്ടാവും. അവൾ തൻ്റെ കൈ വിടുവിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് വിക്കി വിക്കി നിരഞ്ജനോട് പറഞ്ഞു. പോകാം, അതിനു മുമ്പ് എനിക്ക് ചിലതറിയണം. ആ ശരണ്യ എന്തൊക്കെയോ വിഡ്ഢിത്തരം പറഞ്ഞതിന് നീ എന്തിനാ എന്നോട് പിണങ്ങി നടക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? നിരഞ്ജൻ അവളുടെ കയ്യിലെ പിടിവിടാതെ കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങി നിന്നു. അവർ പറഞ്ഞത് സത്യമാണല്ലോ. പൗർണമിയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു തുളുമ്പി. ഞാൻ വെറും ഒരു കാര്യസ്ഥൻ്റെ മകളാ, കറുത്തിട്ടാ, ഭംഗിയില്ലാത്തവളാ. എന്നെ നിരഞ്ജേട്ടൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പോലും ആർക്കും അറപ്പാണ്. കരച്ചിലിൻ്റെ വക്കോളമെത്തിയ ശബ്ദത്തിൽ അത്രയും പറഞ്ഞു തീർത്ത് അവൾ തല താഴ്ത്തി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ തുള്ളികൾ അടർന്നു വീണു. അവളുടെ വാക്കുകൾ കേട്ടതും നിരഞ്ജൻ്റെ ഉള്ളിലെ ദേഷ്യം ഒട്ടാകെ അലിഞ്ഞുപോയി. പകരം അളവറ്റ പ്രണയവും വാത്സല്യവും അവളിലേക്ക് ഒഴുകിയെത്തി. അവൻ പതുക്കെ അവളുടെ കൈത്തണ്ടയിലെ പിടിയയച്ചു. പക്ഷെ കൈവിട്ടില്ല കേട്ടോ. പകരം അവളുടെ കുഞ്ഞു വിരലുകളെ തൻ്റെ കൈവെള്ളയിലാക്കി ഒതുക്കി പിടിച്ചു. എടി, എൻ്റെ മുഖത്തേക്ക് നോക്ക്, അവൻ അതീവ ആർദ്രമായി പറഞ്ഞു. പൗർണമി പതുക്കെ കണ്ണീർ നിറഞ്ഞ മിഴികൾ ഉയർത്തി അവനെ തന്നെ നോക്കി. മാഞ്ഞു തുടങ്ങിയ സായന്തനത്തിൻ്റെ വെളിച്ചത്തിൽ ആ ചാമ്പമരച്ചോട്ടിൽ നേരിയൊരു തണുത്ത കാറ്റ് വീശി. മരത്തിൽ നിന്നും ഒന്നോ രണ്ടോ ഇലകൾ അവർക്കിടയിലേക്ക് താഴേക്ക് പതിച്ചു. പ്രകൃതി പോലും ആ നിമിഷത്തിന് സാക്ഷിയാവാൻ ശാന്തമായി നിന്നു. ആരു പറഞ്ഞു നിനക്ക് ഭംഗിയില്ലെന്ന്?
നിരഞ്ജൻ തൻ്റെ ഇടത് കൈകൊണ്ട് അവളുടെ കവിളിൽ പടർന്ന കണ്ണീർ പതുക്കെ തുടച്ചു മാറ്റി. ആ ശരണ്യക്കും ഈ നാട്ടുകാർക്കും കണ്ണുണ്ടോ പൗർണമി? എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ളത് നിൻ്റെ ഈ നിൻ്റെ ഈ നിറത്തിനാ. നീ എന്നെ നോക്കുമ്പോൾ വിറക്കുന്നതും പേടിക്കുന്നതുമൊക്കെ ഞാൻ കാണാറില്ലെന്നാണോ നിൻ്റെ വിചാരം? ചോദിക്കട്ടെ, നിനക്കെന്നോട് പ്രണയമാണോ? അവൻ്റെ നേരിട്ടുള്ള ആ ചോദ്യം കേട്ടതും പൗർണമിയുടെ ഹൃദയം പടപട എന്ന് മിടിക്കാൻ തുടങ്ങി. അവളുടെ കവിളുകൾ ചുവന്നു തൊടുത്തു. കാൽവിരലുകൾ മണ്ണിൽ അമർത്തി അവൾ വീണ്ടും നോട്ടം താഴേക്കാക്കി. പറയടി, നിനക്കെന്നെ ഇഷ്ടമാണോ? നിരഞ്ജൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖം ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ ചോദിച്ചു. എനിക്ക് പേടിയ നിരഞ്ജേട്ടാ. വലിയ തറവാടല്ലേ നിങ്ങളുടെ. ദേവൻ സാർ അറിഞ്ഞാൽ? അച്ഛനെ ഞാൻ നോക്കിക്കോളാം, നീ നിൻ്റെ കാര്യം പറ. അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കി അക്ഷമനായി ചോദിച്ചു. പൗർണമി ഒന്നും മിണ്ടിയില്ല. പക്ഷെ അവളുടെ വിറക്കുന്ന ചുണ്ടുകളും ആഴത്തിലുള്ള ശ്വാസതാളവും അവളിൽ നിന്നും തന്നിലേക്ക് പടരുന്ന ചൂടും അവന് കൃത്യമായ മറുപടി നൽകുന്നുണ്ടായിരുന്നു. അതേ എന്നോണം അവൾ തൻ്റെ കണ്ണുകൾ പതുക്കെ അടച്ചു. ആ നിമിഷത്തിൻ്റെ വശ്യതയിൽ നിരഞ്ജൻ ഒട്ടാകെ ഉരുകിപ്പോവുകയായിരുന്നു. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് മുഖം തിരിച്ചു. അവളുടെ ശ്വാസങ്ങൾ തമ്മിൽ ഇടകലർന്നു. വിറച്ചുകൊണ്ടിരുന്ന പൗർണമിയുടെ അധരങ്ങളിലേക്ക് നിരഞ്ജൻ തൻ്റെ ചുണ്ടുകൾ പതുക്കെ ചേർത്ത് വെച്ചു. അതൊരു സമാഗമത്തിൻ്റെ തുടക്കമായിരുന്നു. പൗർണമി അറിയാതെ നിരഞ്ജൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചുപോയി. അവളുടെ ഉള്ളിലെ ഭയമെല്ലാം ആ ചുംബനത്തിൻ്റെ ചൂടിൽ അലിങ്ങില്ലാതെയായിപ്പോയി. ജനലരികിൽ നിന്നും ഒരു തണുത്ത കാറ്റ് മുഖത്തടിച്ചപ്പോഴാണ് നിരഞ്ജൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. അവൻ പതുക്കെ കണ്ണുകൾ തുറന്നു. ആ ചാമ്പക്ക മരം കാലത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് അതെപ്പോഴും മുറിച്ചു മാറ്റപ്പെട്ടു. അന്നത്തെ ആ പ്രണയത്തിന് നിമിഷത്തിന് ശേഷം തങ്ങളെ കാത്തിരുന്നത് വലിയ കൊടുങ്കാറ്റുകളായിരുന്നു എന്ന് അവൻ വേദനയോടെ ഓർത്തു. മംഗലത്ത് തറവാട്ടിലെ അടച്ചിട്ട മുറിയുടെ ജനലരികിൽ ഓർമ്മകളുടെ തീരത്ത് കാലിടറി നിൽക്കുകയാണ് നിരഞ്ജൻ. പുറത്തു പെയ്യാൻ മടിച്ചു നിൽക്കുന്ന കാർമേഘങ്ങളെപ്പോലെ അവൻ്റെ നെഞ്ചകം വിങ്ങുന്നുണ്ടായിരുന്നു. ഭൂതകാലത്തിൻ്റെ താളുകൾ ഓരോന്നായി മറിക്കുമ്പോൾ അന്ന് ആ ചാമ്പമരച്ചോട്ടിൽ വെച്ച് വിരിഞ്ഞ പ്രണയത്തിന് മേൽ വീണ ഇരുണ്ട നിഴലുകൾ അവൻ വീണ്ടും കാണുകയായിരുന്നു. ദേവൻ എന്ന തൻ്റെ അച്ഛൻ്റെ വാശിക്ക് മുമ്പിൽ തകർന്നടിഞ്ഞത് സ്വന്തം പ്രാണനായിരുന്നു എന്ന് ഓർക്കുമ്പോൾ നിരഞ്ജൻ്റെ കൈകൾ ജനൽ കമ്പികളിൽ മുറുകി. പ്രണയം അതിൻ്റെ ഏറ്റവും തീവ്രമായ ഭാവത്തിൽ മുന്നോട്ടു പോകുമ്പോഴാണ് വിധി ദേവൻ്റെ രൂപത്തിൽ ആഞ്ഞടിച്ചത്. നിരഞ്ജൻ്റെയും പൗർണമിയുടെയും പ്രണയം എങ്ങനെയോ ദേവൻ്റെ ചെവിയിലുമെത്തി. മംഗലത്തെ വലിയ തമ്പ്രാന് തൻ്റെ കാര്യസ്ഥൻ്റെ മകളെ മകൻ പ്രണയിക്കുന്നു എന്ന വാർത്ത ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അന്ന് രാത്രി വലിയൊരു തർക്കമാണ് തറവാട്ടിൽ നടന്നത്. ഞാൻ നിന്നെ വളർത്തിയത് മംഗലത്ത് തറവാടിൻ്റെ അന്തസ് ചെളിയിൽ ചവിട്ടി മെതിക്കാനല്ല നിരഞ്ജ. ദേവൻ്റെ ശബ്ദം പൂമുഖത്ത് മുഴങ്ങി. അച്ഛാ, ഞാൻ പൗർണമിയെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ജീവനാണ് അവൾ. നിരഞ്ജൻ അത്രയും നല്ല അച്ഛനോടുള്ള ഭയം മാറ്റിവെച്ച് ആദ്യമായി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നിൻ്റെ ജീവനോ? കാര്യസ്ഥൻ ശങ്കരൻ്റെ മകളോ? ആ കറുമ്പിയാണോ മംഗലത്തെ മരുമകൾ? എൻ്റെ ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ല. നീ നിൻ്റെ ഈ ഭ്രാന്ത് അവസാനിപ്പിച്ചോണം. എന്നാൽ നിരഞ്ജൻ വഴങ്ങിയില്ല. അവൻ തൻ്റെ പ്രണയത്തിൽ ഉറച്ചു നിന്നു. ഒടുവിൽ നേരിട്ട് പറഞ്ഞിട്ട് മകൻ അനുസരിക്കില്ലെന്ന് മനസ്സിലാക്കിയ ദേവൻ ക്രൂരമായ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. നിരഞ്ജൻ വീട്ടിലില്ലാത്തൊരു പകൽ സമയം നോക്കി അവൻ ശങ്കരനെയും പൗർണമിയെയും മംഗലത്തേക്ക് വിളിപ്പിച്ചു. ഉച്ചവെയിൽ കന്നത്ത് നിന്ന ആ സമയത്താണ് വിറക്കുന്ന നെഞ്ചോടെ ശങ്കരനും പൗർണമിയും മംഗലത്തിൻ്റെ പൂമുഖത്ത് വന്ന് നിന്നത്. ജന്മന ഉള്ള ഭയവും ആദരവും കാരണം അവർ വരാന്തയിലേക്ക് കയറാതെ മുറ്റത്ത് തന്നെ നിന്നു. ദേവൻ കസേരയിൽ അഹങ്കാരത്തോടെ ഇരിക്കുകയാണ്. അവൻ്റെ കണ്ണുകളിൽ കനലെരിയുകയായിരുന്നു. എന്താ ശങ്കര, ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? ദേവൻ്റെ ചോദ്യം കേട്ട് ശങ്കരൻ കൈകൾ കൂപ്പി തല താഴ്ത്തി. ഇല്ലല്ലേ? എന്നാൽ നിൻ്റെ മകളോട് ചോദിക്ക്, അവൾ ഇവിടെ എന്താണ് ഒപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ദേവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പൗർണമിയുടെ നേർക്ക് വിരൽ ചൂണ്ടി. അവൾ പേടിയോടെ അച്ഛൻ്റെ പിന്നിലേക്ക് ഒതുങ്ങി. എൻ്റെ മകൻ നിരഞ്ജനെ വല വീശി പിടിക്കാൻ മാത്രം വളർന്നൂടി നീ. എൻ്റെ എച്ചിൽ നിന്ന് വളർന്ന ശങ്കരൻ്റെ മകൾക്ക് മംഗലത്ത് തറവാട്ടിലെ വലിയ തമ്പുരാട്ടി ആകണമല്ലേ? ദേവൻ്റെ വാക്കുകളിൽ വിഷം പുരണ്ടിരുന്നു. തമ്പ്രാൻ എന്തായി പറയുന്നേ? എൻ്റെ മോൾ അങ്ങനെയൊന്നും. ശങ്കരൻ ഞെട്ടലോടെ പറഞ്ഞു. നീ മിണ്ടാതിരിക്കു ശങ്കര, ദേവൻ ഗർജിച്ചു. നിന്റെ മകളുടെ നിറം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഇരുട്ടാണോ എൻ്റെ മകന് ചേരുന്നത്? നിന്റെ യോഗ്യത എന്താണെന്ന് നിനക്ക് വല്ല ബോധ്യവുമുണ്ടോ? എൻ്റെ കരുണ കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് നിങ്ങൾ. എന്നിട്ടാണോ എൻ്റെ ചോരയെ തന്നെ മാറ്റിയെടുക്കാൻ നോക്കുന്നത്? അത്രക്ക് നന്ദികേടാണോ നിനക്ക്? ഓരോ വാക്കുകളും പൗർണമിയുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആണികൾ തന്നെയായിരുന്നു.
സ്വന്തം നിറത്തെയും അച്ഛൻ്റെ ദാരിദ്ര്യത്തെയും ഇത്രയും ക്രൂരമായി അപമാനിക്കുന്നത് കേട്ട് അവൾ തളർന്നുപോയി. അവളുടെ കണ്ണുകളിൽ നിന്ന് ചുടുകണ്ണീർ ഒലിച്ചിറങ്ങി. നിനക്കൊക്കെ അല്പമെങ്കിലും നന്ദിയുണ്ടെങ്കിൽ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഇവളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോണം. ഇല്ലെങ്കിൽ ഈ മംഗലത്ത് ശങ്കരൻ ഉണ്ടായിരുന്നെന്ന് പോലും ആരും ഓർക്കില്ല, പറഞ്ഞേക്കാം. അത്രയും കേട്ടപ്പോൾ ശങ്കരൻ്റെ ഉള്ളിലെ ആത്മാഭിമാനം മുറിവേറ്റു. അമ്മയില്ലാത്ത തൻ്റെ മകളെ ജീവന് തുല്യമാണ് സ്നേഹിച്ചാണ് അയാൾ വളർത്തിയത്. തനിക്ക് വേണ്ടി മാത്രം ജീവിച്ച തൻ്റെ അച്ഛൻ ദേവൻ്റെ മുന്നിൽ അപമാനിതനായി നിൽക്കുന്നത് പൗർണമിക്ക് സഹിക്കാനാവുന്നതിലപ്പുറമായിരുന്നു. പോകാം മോളെ, നമുക്കിവിടെ നിൽക്കണ്ട. ഇത്രയും വലിയ ശാപം നമ്മൾ കേൾക്കേണ്ടി വന്നല്ലോ ഈശ്വര. ശങ്കരൻ പൗർണമിയുടെ കൈ പിടിച്ച് കണ്ണീരോടെ ആ മുറ്റത്ത് നിന്നും പടികളിറങ്ങി. വീട്ടിലെത്തിയ ഉടനെ ശങ്കരൻ പൗർണമിയുടെ കൈകളിൽ പിടിച്ച് കരഞ്ഞു. മോളെ, നിൻ്റെ അമ്മ മരിച്ചത് പിന്നെ ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ജീവിച്ചത്. ആ തമ്പ്രാൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ നെഞ്ച് തകർന്നു മോളെ. നീ നിരഞ്ജനെ മറക്കണം. അവനുമായുള്ള എല്ലാ ബന്ധവും നീ അവസാനിപ്പിക്കണം. അച്ഛന് വേണ്ടിയെങ്കിലും എൻ്റെ മോളത് ചെയ്യണം. അച്ഛൻ്റെ കണ്ണീരിന് മുന്നിൽ പൗർണമി തോറ്റുപോയി. സ്വന്തം പ്രണയത്തേക്കാൾ അവൾക്ക് വലുത് അച്ഛൻ്റെ ജീവൻ തന്നെയായിരുന്നു. അവൾ മനസ്സിനെ കല്ലാക്കി ഉറപ്പിച്ച് നിരഞ്ജനെ ഇനി ഓർക്കില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ അവിടം കൊണ്ടും തീർന്നില്ല. ദേവൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഭയന്ന ശങ്കരൻ ഒട്ടും സമയം കളയാതെ പൗർണമിയുടെ വിവാഹം മറ്റൊരാളുമായി ഉറപ്പിച്ചു. അയൽനാട്ടിലെ ഏതോ ഒരു ചെറുപ്പക്കാരനുമായി ധൃതി പിടിച്ചായിരുന്നു ആ ഉറപ്പിക്കൽ. നിരഞ്ജൻ ഈ വിവരങ്ങൾ അറിയുമ്പോൾ ഒരുപാട് വൈകിപ്പോയിരുന്നു. അച്ഛൻ ചെയ്ത ക്രൂരതകളും പൗർണമിയുടെ വിവാഹ നിശ്ചയ വാർത്തയും കേട്ട അവൻ്റെ നെഞ്ചിൽ ഒരു വലിയ അഗ്നിപർവ്വതം പുകയുന്നത് പോലെ അവന് തോന്നി. അവൻ വീട്ടിൽ നിന്നും ഒരു ഭ്രാന്തനെ പോലെ പൗർണമിയുടെ വീട്ടിലേക്ക് ഓടി. ശ്വാസം കിട്ടാതെ പിടയുമ്പോഴും അവൻ്റെ ചുണ്ടുകൾ ഒരു നാമം മാത്രം ഉരുവിട്ടു, പൗർണമി എന്ന്. അവൻ ഓടി ശങ്കരൻ്റെ വീട്ടുമുറ്റത്തെത്തി. അവിടെ കല്യാണത്തിൻ്റെ പന്തൽ കാൽ നാട്ടാൻ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. പൗർണമി! നിരഞ്ജൻ്റെ അലർച്ച കേട്ട് അവിടെ ഉണ്ടായിരുന്നവർ ഞെട്ടി. അകത്തു നിന്ന് വിറച്ചുകൊണ്ട് പൗർണമി പുറത്തേക്ക് വന്നു. അവളുടെ കണ്ണുകൾ കരഞ്ഞു വീർത്തിരുന്നു. ഒരു മരപ്പാവയെ പോലെ അവൾ വരാന്തയിൽ വന്ന് നിന്നു. നിരഞ്ജൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. അവൻ്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തിരുന്നു. മുടിയിഴകളൊക്കെയും അലങ്കോലപ്പെട്ടിരുന്നു. അവൻ അവളുടെ ഇരുതോളുകളിലും മുറുകെ പിടിച്ചു കുലുക്കി. എന്താടി ഇതൊക്കെ? നീ ആരുടെ അനുവാദത്തോടെയാ മറ്റൊരു കല്യാണത്തിന് സമ്മതിച്ചത്? എന്നെ നിനക്ക് വേണ്ടേ? പറയടേ. അവൻ്റെ ശബ്ദത്തിൽ ദേഷ്യവും അത്രമേൽ വേദനയും കലർന്നിരുന്നു. പൗർണമി ഒന്നും മിണ്ടിയില്ല. അവൾ നോട്ടം മാറ്റി നിന്നു. എന്നെയൊന്നും നോക്ക് പൗർണമി. നമ്മൾ കണ്ട സ്വപ്നങ്ങൾക്കൊന്നും ഒരു വിലയില്ലായിരുന്നോ? എൻ്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ എന്നെ ഉപേക്ഷിക്കുവാണോ? വാ, എൻ്റെ കൂടെ പോര്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. എനിക്ക് നീയില്ലാതെ ആരുമില്ല. അവൻ അവളുടെ മുന്നിൽ കൈകൾ കൂപ്പി കരഞ്ഞുപോയി. മംഗലത്തെ നിരഞ്ജൻ ഒരു കാര്യസ്ഥൻ്റെ മകളുടെ മുന്നിൽ യാചിക്കുകയായിരുന്നു. അവൻ്റെ ആ അവസ്ഥ കണ്ട പൗർണമിയുടെ ഉള്ളം തകർന്നു പോയി. നിരഞ്ജൻ്റെ ഓരോ കണ്ണീർത്തുള്ളിയും അവളുടെ നെഞ്ചിലാണ് വീണത്. അവനെ കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ കരയാൻ അവളുടെ മനസ്സ് വെമ്പൽ കൊണ്ടു. ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ അവളുടെ കൺമുന്നിൽ അപ്പോൾ തെളിഞ്ഞത് അപമാനിതനായി നിൽക്കുന്ന സ്വന്തം അച്ഛൻ്റെ മുഖമായിരുന്നു. താൻ നിരഞ്ജൻ്റെ കൂടെ പോയാൽ അത് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമാവുമെന്ന് അവൾക്കുറപ്പായിരുന്നു. കൂടാതെ ദേവൻ പറഞ്ഞ ജാതിയുടെയും നിറത്തിൻ്റെയും ആ കുത്തുവാക്കുകൾ അവളുടെ ആത്മാഭിമാനത്തെ അത്രമേൽ തളർത്തിക്കളഞ്ഞിരുന്നു. താൻ നിരഞ്ജൻ ഒരു ശാപമായി മാറുമോ എന്ന ഭയവും അവളെ പിടികൂടി. അവൾ ഉള്ളിലെ പ്രണയത്തെയും വേദനയും കടിച്ചമർത്തി. മുഖത്ത് കഠിനമായ ഒരു ഭാവം വരുത്തിക്കൊണ്ട് അവൾ നിരഞ്ജൻ്റെ കൈകൾ തൻ്റെ തോളിൽ നിന്നും തട്ടിമാറ്റി. നിങ്ങളിവിടെ നിന്ന് പോണം നിരഞ്ജേട്ടാ. അവളുടെ ശബ്ദം പിറക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. പൗർണമി, നീ എന്തേ പറയുന്നത്? നിരഞ്ജൻ ചോദിച്ചുപോയി. ദേവൻ സാർ പറഞ്ഞതാണ് ശരി. നമ്മൾ തമ്മിൽ ഒരു ചർച്ചയുമില്ല. നിങ്ങൾ വലിയ തറവാട്ടിലെ ആളാണ്. ഞാൻ വെറും ഒരു കാര്യസ്ഥൻ്റെ മകളും. ആകാശവും ഭൂമിയും തമ്മിൽ എങ്ങനെ ഒന്നാവുന്നത്? എനിക്ക് നിരഞ്ജേട്ടനെ മറക്കണം. അച്ഛൻ ഉറപ്പിച്ച ഈ വിവാഹത്തിന് ഞാൻ പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചതാണ്. അവൾ കള്ളം പറയുമ്പോൾ അവളുടെ വിരൽത്തുമ്പുകൾ പാവാടത്തുമ്പിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നീ കള്ളം പറയുകയാണ്. നിന്റെ കണ്ണുകൾ നോക്കി പറ. എന്നെ വേണ്ടെന്ന് നിരഞ്ജൻ ആക്രോശിച്ചു. എനിക്ക് നീ കള്ളം പറയുകയാണ്. എൻ്റെ കണ്ണുകൾ നോക്കി പറ, നിനക്കെന്നെ വേണ്ടെന്ന് നിരഞ്ജൻ ആക്രോശിച്ചു. എനിക്ക് വേണ്ട. എനിക്ക് നിങ്ങളെ വേണ്ട നിരഞ്ജേട്ടാ. എന്നെ എൻ്റെ വഴിക്ക് വിട്. ദേവൻ സാർ പറയുന്നതനുസരിക്കാൻ മാത്രമേ എനിക്കിപ്പോൾ കഴിയൂ. നിങ്ങളെന്നെ മറക്കണം. ദയവ് ചെയ്ത് ഇനി എൻ്റെ മുന്നിൽ വരരുത്. അത്രയും പറഞ്ഞു തീർത്തതും പൗർണമി തിരിഞ്ഞ് അകത്തേക്ക് ഓടി വാതിലടച്ചു കഴിഞ്ഞിരുന്നു.
വാതിലിന് പിന്നിലിരുന്ന് അവൾ വായ് പൊത്തി കരഞ്ഞു. അവളുടെ ഹൃദയം നൂറായി ചിതറുകയായിരുന്നു. പുറത്ത് നിരഞ്ജൻ ആ അടഞ്ഞ വാതിലിലേക്ക് നോക്കി തകർന്നു നിന്നു. അവൻ്റെ ഉള്ളിലെ പ്രണയം പെട്ടെന്നൊരു വലിയ ശൂന്യതക്ക് വഴിമാറി. തന്നേക്കാൾ അവൾ ഭയന്നത് അച്ഛനെയാണല്ലോ. തൻ്റെ പ്രണയത്തിന് അവളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന അപകർഷതാബോധവും വേദനയും അവനെ വരിഞ്ഞു മുറുക്കി. ഒരു ഭ്രാന്തനെ പോലെ കണ്ണീരൊഴുക്കിക്കൊണ്ട് അവൻ ആ മുറ്റത്ത് നിന്ന് നടന്നു നീങ്ങി. പ്രണയം തോറ്റുപോകുന്നിടത്ത് ഒരു മനുഷ്യൻ എത്രത്തോളം തകരുമോ അത്രത്തോളം നിരഞ്ജൻ തകർന്നു പോയിരുന്നു. പൗർണമിയുടെ വിവാഹം കഴിഞ്ഞത് രുദ്രൻ എന്നൊരുത്തനുമായിട്ടായിരുന്നു. ശങ്കരനും പൗർണമിക്കും പറ്റിയ വലിയൊരു തെറ്റായിരുന്നു രുദ്രൻ. കള്ളുകുടി, പെണ്ണുപിടി എല്ലാം തികഞ്ഞൊരു ആഭാസൻ, അതാണ് രുദ്രൻ. ഒരുപാട് സഹിച്ചു പൗർണമി. ആ ഇടക്ക് ശങ്കരൻ മരിച്ചു. അവിടെ നിന്ന് 1 വർഷം തികയും മുമ്പേ ദേവനും. 5 വർഷങ്ങൾക്കിപ്പുറമാണ് പൗർണമി തൻ്റെ നാട്ടിലേക്ക് തിരികെ വന്നത് പോലും. അച്ഛനെ സങ്കടപ്പെടുത്തേണ്ട എന്നൊരു കാര്യം ഓർത്തു മാത്രമാണ് അവൾ ഇത്രയും കാലം രുദ്രനെ സഹിച്ചത്. ഇനിയിപ്പോൾ ആർക്ക് വേണ്ടിയാണ് രുദ്രനെ പോലൊരു ചെന്നായയെ താൻ സഹിക്കേണ്ടതെന്ന് അവൾ സ്വയം ചോദിച്ചു തുടങ്ങി. ആ ചോദ്യത്തിൻ്റെ അവസാനം പൗർണമി ആ വീട് വിട്ടിറങ്ങി. ഇപ്പോൾ അവൾ സ്വന്തം വീട്ടിൽ തനിച്ചാണ്. പല ഓർമ്മകളും അവളുടെ മനസ്സിലും വേരോടുന്നുണ്ട്. ഭൂതകാലത്തിൻ്റെ കനൽ വഴികളിലൂടെ മനസ്സൊരു വട്ടം കൂടി സഞ്ചരിച്ചപ്പോൾ എത്തിയപ്പോഴേക്കും നിരഞ്ജൻ്റെ നെഞ്ച് ഒരുപാടൊന്ന് പിടഞ്ഞിരുന്നു. അത്രമേൽ തകർത്തു കളഞ്ഞിട്ടാണ് അവൾ പോയത്. പക്ഷേ ഇന്ന് അമ്മായിയുടെ വാക്കുകളിൽ നിന്നും അവൾ അനുഭവിച്ച നരകയാതനകളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഉള്ളിൽ അവശേഷിച്ചിരുന്ന നേരിയ പരിഭവത്തിൻ്റെ കനലുകൾ പോലും കണ്ണീരായി മാറി ഉരുക്കി പോവുകയായിരുന്നു നിരഞ്ജനിൽ. പിറ്റേന്ന് പുലർച്ചെ മനസ്സിൻ്റെ വിങ്ങലടക്കാൻ കഴിയാതെ നിരഞ്ജൻ നേരെ പോയത് ആ പഴയ ശിവക്ഷേത്രത്തിലേക്കായിരുന്നു. പണ്ടൊക്കെ സങ്കടങ്ങൾ കൂടുമ്പോൾ അവൻ അഭയം തേടാറുള്ളത് അവിടെയായിരുന്നു. പുലർക്കാലത്തെ തണുത്ത കാറ്റും പ്രകൃതിയുടെ ശാന്തതയും അവൻ്റെ അശാന്തമായ മനസ്സിന് ഒരല്പം ആശ്വാസം നൽകുമെന്ന് അവന് തോന്നി. ക്ഷേത്രമുറ്റത്ത് ആളൊഴിഞ്ഞു തുടങ്ങിയിരുന്നു. തൊഴുത് നെറ്റിയിൽ ചന്ദനക്കുറിയും ചാർത്തി നിരഞ്ജൻ ആൽത്തറയുടെ വശത്തേക്ക് നടന്നു. പടവുകൾ ഇറങ്ങാൻ തുടങ്ങിയ അവൻ്റെ കാൽച്ചുവടുകൾ പെട്ടെന്ന് മണ്ണിൽ ഉറച്ചുപോയി. അവൻ്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. വിടർന്ന മിഴികളോടെ ശ്വാസമെടുക്കാൻ പോലും മറന്ന് അവൻ ആ കാഴ്ചയിലേക്ക് തന്നെ നോക്കി നിന്നു. അതാ തൊട്ടു മുന്നിൽ പൗർണമി. തൻ്റെ സർവസ്വമായിരുന്ന പൗർണമി ഇതാ അവൻ്റെ കൺമുന്നിൽ നിൽക്കുന്നു. 5 വർഷത്തെ ദീർഘമായ കാത്തിരിപ്പിനും വിരഹത്തിനും ഒടുവിൽ ഒരു നിമിഷം കൊണ്ട് കാലം അവരെ വീണ്ടും നേർക്കുനേർ എത്തിച്ചിരിക്കുന്നു. പൗർണമി തിരിഞ്ഞു നടന്നപ്പോഴാണ് തൻ്റെ മുന്നിൽ ഒരു നിഴൽ പോലെ നിൽക്കുന്ന നിരഞ്ജനെ കണ്ടത്. അവളും ഒരു നിമിഷം ഞെട്ടിത്തരിച്ചുപോയി. രണ്ടാളുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു. ആ നിമിഷത്തിൽ അവിടെ പ്രകൃതി പോലും നിശ്ചലമായതുപോലെ തോന്നി. നിരഞ്ജൻ്റെ മുഖത്ത് ആദ്യം തെളിഞ്ഞത് അവിശ്വസനീയതയായിരുന്നു. പിന്നീട് അത് അളവറ്റ സങ്കടത്തിലേക്കും ആർദ്രതയിലേക്കും വഴിമാറി. അവൻ പണ്ടേ പ്രണയിച്ചിരുന്ന ആ പൗർണമിയല്ല ഇന്ന് അവൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അവളുടെ ആ പഴയ പ്രസരിപ്പൊക്കെയും എങ്ങോ മാഞ്ഞു പോയിരിക്കുന്നു. കവിളുകൾ ഒട്ടി, കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു. രുദ്രൻ്റെ കൂടെ ജീവിച്ചു തീർത്ത 5 വർഷത്തെ നരകയാതനകളുടെ ആഴം അവളുടെ മുഖത്ത് നിന്ന് കൃത്യമായി വായിച്ചെടുക്കാമായിരുന്നു. അവൾ അനുഭവിച്ച വേദനകൾ ഓർത്ത് നിരഞ്ജൻ്റെ മുഖം സങ്കടത്താൽ മങ്ങി. അവൻ്റെ മിഴികൾ പെട്ടെന്ന് തന്നെ ചുവന്നു തുടുത്തു. കാർമേഘങ്ങൾ പെയ്യാൻ കാത്തു നിന്നതുപോലെ അവൻ്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു തുളുമ്പി. ചുണ്ടുകൾ എന്തോ പറയാൻ എന്ന വണ്ണം നേർത്തു വിടച്ചെങ്കിലും ഒരു വാക്കുപോലും പുറത്തേക്ക് വന്നില്ല. അതേസമയം പൗർണമിയുടെ അവസ്ഥ ഇതിലും ദയനീയമായിരുന്നു. നിരഞ്ജനെ പെട്ടെന്ന് കണ്ടതും അവളുടെ മുഖത്ത് ഭയവും വല്ലാത്തൊരു അപകർഷതാബോധവും ഒരുമിച്ച് നിഴലിച്ചു. അവൻ്റെ ആർദ്രമായ നോട്ടം താങ്ങാനുള്ള ശക്തി അവൾക്കില്ലായിരുന്നു. അന്ന് താൻ മനസ്സിനെ കല്ലാക്കി അവനോട് പറഞ്ഞ കള്ളങ്ങളും അവൻ്റെ നെഞ്ച് തകർത്തിറങ്ങിപ്പോയതുമെല്ലാം അവളുടെ ഓർമ്മകളിലേക്ക് ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു. താൻ കാരണം ഒരുപാട് സങ്കടപ്പെട്ടവനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അവളുടെ ചുണ്ടുകൾ ഭയത്താലും സങ്കടത്താലും വിറച്ചു. നിരഞ്ജൻ്റെ ചുവന്ന കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ അവൾ വല്ലാതെ പിടഞ്ഞു. അവനോട് ക്ഷമ ചോദിക്കണമെന്നുണ്ടായിരുന്നു. തൻ്റെ അച്ഛന് വേണ്ടി മാത്രമാണ് താൻ അന്ന് അങ്ങനെ ചെയ്തതെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നഷ്ടപ്പെട്ടു പോയ കാലത്തെ ഓർത്ത് അവൾക്ക് ശബ്ദം നഷ്ടപ്പെട്ടിരുന്നു. ഒരു വാക്ക് പോലും സംസാരിച്ചില്ലെങ്കിലും ആ നിശബ്ദതയിൽ അവരുടെ കണ്ണുകൾ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ സംവദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പൗർണമി യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വന്നു. ഇനി താൻ ഇവിടെ നിന്നാൽ തൻ്റെ ഉള്ളിലെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെടുമെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ കാണെ ഉറക്കെ കരഞ്ഞു പോകുമെന്ന് അവൾ ഭയന്നു. അവൾ പതുക്കെ തൻ്റെ നോട്ടം പിൻവലിച്ചു. ഒന്നും മിണ്ടാതെ വല്ലാതെ വിറക്കുന്ന തലയും താഴ്ത്തി
അവൾ നിരഞ്ജൻ്റെ വശത്തൂടെ മുന്നോട്ട് നടന്നു. നിരഞ്ജൻ അവിടെ തന്നെ തറഞ്ഞു നിന്നു. പോകുന്ന അവൾക്ക് പിന്നാലെ ഓടിച്ചെന്ന് അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവൻ്റെ കൈകൾ തെറിച്ചു. പക്ഷേ എന്ത് യോഗ്യതയിലാണ് താൻ അവളെ തടഞ്ഞു നിർത്തുക എന്ന ചോദ്യം അവൻ്റെ കാലുകളെ പൂട്ടി. അവൾ ക്ഷേത്രമുറ്റത്ത് നിന്നും പൂർണ്ണമായി മറയുന്നത് വരെ നിരഞ്ജൻ അവളെ തന്നെ നോക്കി നിന്നു. ക്ഷേത്രമുറ്റത്തെ ആ കൂടിക്കാഴ്ചയ്ക്കു ശേഷം പൗർണമിയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. നിരഞ്ജൻ്റെ ചുവന്ന തുടുത്ത കണ്ണുകളും അതിൽ തനിക്കായി കരുതി വെച്ച പ്രണയവും ആർദ്രതയും അവളെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. എങ്കിലും തൻ്റെ തകർന്ന ജീവിതത്തിൻ്റെ നിഴൽ ഇനി അവൻ്റെ മേൽ വീഴരുത് എന്ന ചിന്തയോടെ അവൾ വീണ്ടും ആ 4 ചുവരുകൾക്കുള്ളിലേക്ക് ഒതുങ്ങിക്കൂടി. എന്നാൽ വിധിയുടെ വിളയാട്ടങ്ങൾ അവിടെയും അവസാനിച്ചിരുന്നില്ല. അന്ന് ഉച്ച തിരിഞ്ഞ നേരം ശാന്തമായിരുന്ന ആ ഗ്രാമാന്തരീക്ഷത്തിലെ കീറി മുറിച്ചുകൊണ്ട് ഒരു ബുള്ളറ്റിൻ്റെ ശബ്ദം പൗർണമിയുടെ വീട്ടുപടിക്കൽ വന്ന് നിന്നു. രുദ്രൻ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരിയിൽ അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. എടി പൗർണമി, ഇറങ്ങി ആടി പുറത്തോട്ട്. ഒരു ചെന്നായുടെ അലർച്ചയോടെ അവൻ ഒച്ച വെച്ചതുകൊണ്ട് പൂമുഖത്തെ വരാന്തയിലേക്ക് കയറി. ആ ശബ്ദം കേട്ടതും അകത്തിരുന്ന പൗർണമിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. അവളുടെ ഭയം അവളുടെ സർവേന്ദ്രിയങ്ങളെയും തകർത്തിക്കളഞ്ഞു. ശരീരം വല്ലാതെ വിറക്കാൻ തുടങ്ങിയെങ്കിലും ധൈര്യം സംഭരിച്ച അവൾ പതുക്കെ വാതിൽ തുറന്ന് വരാന്തയിലേക്ക് വന്നു. എന്താ ഇവിടെ? എന്തിനാ ഈ ഒച്ചപ്പാട്? വിറക്കുന്ന ശബ്ദത്തിൽ അവൾ ചോദിച്ചു. എന്താ ഇവിടെ എന്നോ? രുദ്രൻ ക്രൂരമായി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ വന്യത നിറഞ്ഞു നിന്നിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്നെ അങ്ങ് ഉപേക്ഷിച്ച് നീ ഇവിടെ വന്ന് സുഖമായി വാഴ എന്ന് വിചാരിച്ചോടി? നിന്നെ അങ്ങനെ മനസമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ വിടുമെന്ന് കരുതിയോ? പറയടി, നീ ആരുടെ കൂടെയാ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത്? ഏതവൻ്റെ കൂടെയോ ഒളിച്ചോടിയത്? പറയടി. അവൻ്റെ ആ വാക്കുകളിലെ വിഷവും വൃത്തികെട്ട ആരോപണവും കേട്ട പൗർണമിയുടെ ഹൃദയം നൊന്തുപോയി. സ്വന്തം ആത്മാഭിമാനത്തെയാണ് അവൻ തെരുവിലിട്ട് ചവിട്ടി മെതിക്കുന്നത്. ഞാൻ ആരുടെയും കൂടെയല്ല വന്നത്. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വയ്യാഞ്ഞിട്ടാ. രുദ്രൻ്റെ അലർച്ച കേട്ട് വഴിയെ പോയവരും അയൽവാസികളുമൊക്കെ പതുക്കെ വീട്ടുപടിക്കലേ കൂടാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം മംഗലത്തെ നാട്ടുകാർ വലിയൊരു കൂട്ടമായി ആ മുറ്റത്തും പറമ്പിലുമായി തടിച്ചുകൂടി. എടി മോളെ, മര്യാദക്ക് എൻ്റെ കൂടെ വണ്ടി കയറിക്കോണം. ഇല്ലെങ്കിൽ ഈ വീടും നിന്നെയും ഞാൻ അങ്ങ് കത്തിക്കും. എന്നെ ധിക്കരിച്ച് നീ ഈ നാട്ടിൽ ജീവിക്കത്തില്ലടി. രുദ്രൻ വരാന്തയിലെ തൂണിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് ആക്രോശിച്ചു. അവൻ ചുറ്റും കൂടി നിന്ന നാട്ടുകാരുടെ നേർക്ക് തിരിഞ്ഞു. എന്താടാ നോക്കി നിൽക്കുന്നത്? ആരെങ്കിലും ചോദിക്കാൻ വരുന്നുണ്ടോ? കൂടി നിന്ന നാട്ടുകാർ പരസ്പരം നോക്കിയതല്ലാതെ ആരും ഒരക്ഷരം മിണ്ടിയില്ല. രുദ്രൻ്റെ ഗുണ്ടായിസവും കയ്യിലിരിപ്പും എല്ലാവർക്കും അറിയാവുന്നതാണ്. കള്ളു കുടിച്ചാൽ ആരെയും വെട്ടാനും കൊല്ലാനും മടിക്കാത്ത ആ ചെന്നായയോട് എതിർത്ത് നിൽക്കാൻ അവിടെ ഉണ്ടായിരുന്ന ആർക്കും തന്നെ ധൈര്യം പോരായിരുന്നു. ഭയം കാരണം നാട്ടുകാർ ഓരോരുത്തരും പിന്നോട്ട് വലിഞ്ഞു. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ക്രൂരമായി അപമാനിതനായി തികച്ചു ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ പൗർണമി ആ പൂമുഖത്തിരുന്ന് നെഞ്ചുപൊട്ടി കരഞ്ഞു. അവൾ ഒരു തണലിനായി ചുറ്റും നോക്കി. അപ്പോഴാണ് കൂടി നിന്ന ജനക്കൂട്ടത്തിനൊത്ത നടുവിൽ നിശബ്ദനായ ഒരു കൊടുങ്കാറ്റിനെ പോലെ നിൽക്കുന്ന നിരഞ്ജനെ അവൾ കാണുന്നത്. ആ ജനക്കൂട്ടത്തിനിടയിലൂടെ അവളുടെ മിഴികൾ വീണ്ടും തമ്മിലിടഞ്ഞു. നിരഞ്ജൻ്റെ കൈകൾ ദേഷ്യം കൊണ്ട് മുറുകി ചുരുട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കണ്ണുകളിൽ നിന്നും തീപ്പൊരികൾ പാറുന്നത് പോലെ തോന്നി. തൻ്റെ ജീവനായിരുന്നവളെ മറ്റൊരുത്തൻ അപമാനിക്കുന്നത് കണ്ട് അവൻ്റെ ചോര തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. മുന്നോട്ട് ആഞ്ഞെടുക്കാനും ആ രുദ്രൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കാനും അവൻ്റെ ഉള്ളം വെമ്പൽ കൊണ്ടു. പൗർണമി കണ്ണുകൾ കൊണ്ട് അരുത് എന്ന് നിരഞ്ജനോട് അപേക്ഷിച്ചു. ഇന്നത്തേക്ക് ഞാൻ പോവുകയാണ്, പക്ഷെ ഓർത്തു വെച്ചോ, നിന്നെ ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആഞ്ഞു പായിച്ചു പോയി. അവൻ പോയതോടെ കൂടി നിന്ന നാട്ടുകാരും പതുക്കെ പിറുപിറുത്തുകൊണ്ട് അവിടെ നിന്നും പിരിഞ്ഞു പോവാൻ തുടങ്ങി. മുറ്റത്ത് ആളൊഴിഞ്ഞു കൊണ്ടിരിക്കുമ്പോഴും നിരഞ്ജൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പൗർണമി പതുക്കെ കണ്ണുകൾ തുടച്ചു. നിരഞ്ജനെ നോക്കാതെ മുഖം തിരിച്ച് അവൾ വേഗത്തിൽ അകത്തേക്ക് കയറി ആ പഴയ തടിവാതിൽ വലിച്ചടച്ചു. വാതിലിന് പിന്നിലിരുന്ന് പൗർണമി ശബ്ദം പുറത്തു വരാത്ത വണ്ണം വായി പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. പുറത്ത് അടഞ്ഞ വാതിലിലേക്ക് നോക്കി പെയ്യാൻ മടിച്ചു നിൽക്കുന്ന കാർമേഘത്തെ പോലെ പിങ്ങുന്ന ഹൃദയവുമായി നിരഞ്ജൻ ആ ശൂന്യമായ മുറ്റത്ത് തനിച്ചായിപ്പോയി. രുദ്രൻ്റെ ആ വരവിന് ശേഷം കുറച്ച് നാളുകൾ മംഗലത്ത് തറവാടിൻ്റെ പരിസരങ്ങളിൽ ശാന്തതയായിരുന്നു. അവൻ വീണ്ടും വരുമെന്ന ഭയം പൗർണമിയുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് കുറേ ദിവസത്തേക്ക് അവൻ്റെ ശല്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ശാന്തതയിൽ അവൾ തൻ്റെ തകർന്ന മനസ്സിനെ ഒട്ടൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ ശാന്തത ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ളതായിരുന്നു എന്ന് അവൾ അറിഞ്ഞില്ല.
അങ്ങനെയൊരു പകൽ വീണ്ടും ആ പഴയ ബുള്ളറ്റിൻ്റെ ശബ്ദം ചുറ്റും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പൗർണമിയുടെ മുറ്റത്ത് വന്ന് നിന്നു. ഇത്തവണ രുദ്രൻ വെറും ഒരു ഭീഷണിയായിട്ടല്ല വന്നത്. അവൻ്റെ ഉള്ളിൽ വന്യമായൊരു ഭ്രാന്തി ഇരച്ചു കയറിയിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങി അവൻ ഒട്ടും സമയം കളയാതെ പൂമുഖത്തേക്ക് പാഞ്ഞു കയറി. പൗർണമി അവൻ ഒരൊറ്റ ആക്കത്തിന് മുന്നോട്ട് വിളിച്ചു. എടി, നിന്റെ ഒളിച്ചുകളി ഞാൻ ഇന്ന് അവസാനിപ്പിച്ചു തരാം. എൻ്റെ കൂടെ പോരുന്നോ അതോ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് തീർക്കണോ? അവൻ ക്രൂരമായി അലറിക്കൊണ്ട് പൗർണമിയുടെ നീണ്ട മുടിച്ചുരുളുകളിൽ ആഞ്ഞു കുത്തിപ്പിടിച്ചു. ആ അമ്മ, എന്നെ വിടാൻ. അവൾ വേദനയോട് പുളഞ്ഞു. തലയോട്ടി പിളരുന്നത് പോലെയുള്ള വേദനയിൽ അവളുടെ കണ്ണുകളിൽ നിന്നും ഇരുട്ട് കയറി. അവൻ അവളെ മുടിയിൽ തൂക്കിപ്പിടിച്ച് മുറ്റത്തെ മണ്ണിലേക്ക് വിളിച്ചിഴച്ചു കൊണ്ടുപോകാൻ നോക്കി. പൗർണമിയുടെ നിലവിളി കേട്ട് വീണ്ടും നാട്ടുകാരും അയൽവാസികളും ആ മുറ്റത്തേക്ക് ഓടിക്കൂടി. പെണ്ണുങ്ങളൊക്കെ കൈകൊണ്ട് വായു പൊത്തി നിന്നു. പക്ഷെ ഇത്തവണയും രുദ്രൻ്റെ കയ്യിലെ തിളങ്ങുന്ന കത്തി കൊണ്ട് ആരും മുന്നോട്ട് വരാൻ ധൈര്യപ്പെട്ടില്ല. പൗർണമി മണ്ണിൽ വീണ് കിടന്ന് കരഞ്ഞു യാചിച്ചു. അവളുടെ വസ്ത്രങ്ങളൊക്കെയും മണ്ണിൽ പുരണ്ടിരുന്നു. പെട്ടെന്നാണ് ആ ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരാൾ മുന്നോട്ട് പാഞ്ഞു വന്നത്. പൗർണമിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയ രുദ്രൻ്റെ കരിങ്കല്ല് പോലെയുള്ള കൈത്തണ്ടയിൽ സിരകൾ പൊട്ടുന്ന ബലത്തോടെ ഒരു കൈ വന്ന് മുറുകെ പിടിച്ചു. രുദ്രൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്നത് നിരഞ്ജനാണ്. അവൻ്റെ കണ്ണുകളിൽ അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഭാവമായിരുന്നില്ല, ഒരു സിംഹത്തിൻ്റെ രൗദ്രതയായിരുന്നു. കൈവിടടാ! നിരഞ്ജൻ്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ ആ കാറ്റത്ത് മുഴങ്ങി. രുദ്രൻ തൻ്റെ കൈ വിടിവിക്കാൻ നോക്കിയെങ്കിലും നിരഞ്ജൻ്റെ പിടി കൂടുതൽ മുറുകി. പെട്ടെന്ന് രുദ്രൻ്റെ ചുണ്ടിൽ ഒരു വക്രബുദ്ധിയുള്ള ചിരി വിരിഞ്ഞു. നാട്ടിൽ പരക്കുന്ന ചില കഥകൾ അവൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ഓഹോ, അപ്പോൾ കഥകളൊക്കെ സത്യാണല്ലേ? രുദ്രൻ നിരഞ്ജൻ്റെ മുഖത്തേക്ക് നോക്കി പരിഹാസത്തോടെ ചോദിച്ചു. മംഗലത്തെ വലിയ തമ്പുരാൻ കാര്യസ്ഥൻ്റെ മകൾക്ക് വേണ്ടി കാവൽ നിൽക്കുകയാണല്ലേ? എടി പൗർണമി, നീ ഇവന് വേണ്ടിയാണോ എന്നെയും ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോകുന്നത്? അവൻ്റെ വൃത്തികെട്ട വാക്കുകൾ പൂർത്തിയാക്കാൻ നിരഞ്ജൻ അനുവദിച്ചില്ല. തൻ്റെയും പൗർണമിയുടെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത അവളുടെ പരിശുദ്ധിയെ ചളിയിൽ ചവിട്ടി മെതിച്ച നാവ് വരിഞ്ഞു മുറുക്കാൻ നിരഞ്ജന് കൈതരിച്ചു. നിരഞ്ജൻ്റെ വലതുകൈ രുദ്രൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. ആ ഒരൊറ്റ അടിയിൽ രുദ്രൻ കറങ്ങി മുറ്റത്തെ മണ്ണിലേക്ക് തെറിച്ചു വീണു. അവൻ്റെ ചുണ്ടിൻ്റെ കോളിൽ നിന്നും ചോര പൊടിഞ്ഞു. കൂടി നിന്ന നാട്ടുകാർ ഒരൊറ്റ നിമിഷം കൊണ്ട് നിശബ്ദരായി. പൗർണമി വിറക്കുന്ന ദേഹത്തോടെ നിരഞ്ജനെ നോക്കി നിന്നു. ഡാ രുദ്ര! നിരഞ്ജൻ മണ്ണിൽ കിടക്കുന്ന അവൻ്റെ ഷർട്ടിൻ്റെ കൊളറിൽ കുത്തിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. ഇതുവരെ നീ കാണിച്ചത് ഒരു പെണ്ണിനോടുള്ള നിൻ്റെ അഹങ്കാരമാണ്. പക്ഷെ ഇനി നീ സംസാരിക്കുന്നത് മംഗലത്തെ നിരഞ്ജനോടാണ്. ഈ മണ്ണി വെച്ച് അവളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ നിൻ്റെ ഈ നാക്ക് ഞാൻ ഇവിടെ പിഴുതെടുക്കും. ഓർത്തു വെച്ചോ, അവൾ ഒറ്റയ്ക്കല്ല. രുദ്രൻ പകച്ചുപോയി. അത്രയും കാലം താൻ ചെയ്ത ക്രൂരതകൾക്ക് മുന്നിൽ ആരും വിരൽ ചൂണ്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ നിരഞ്ജൻ്റെ കണ്ണിലെ ആ തീ അവനെ ഭയപ്പെടുത്തി. എങ്കിലും ലഹരിയുടെ വാശിയുടെയും പുറത്ത് അവൻ പെട്ടെന്ന് തൻ്റെ കയ്യിലെ കത്തി മുകളിലേക്ക് ഉയർത്തി നിരഞ്ജനെ കുത്താനായി ആഞ്ഞെടുത്തു. പക്ഷേ നിരഞ്ജൻ അതിലും വേഗത്തിലായിരുന്നു. അവൻ ഒരൽപ്പം പിന്നോട്ട് മാറി രുദ്രൻ്റെ നെഞ്ചിൻ്റെ മധ്യഭാഗം ലക്ഷ്യമാക്കി തൻ്റെ വലതുകാൽ ഉയർത്തി ആഞ്ഞു ചവിട്ടി. ഒരു വൻമരം വീഴുന്നത് പോലെ രുദ്രൻ പിന്നിലേക്ക് തെറിച്ചു വീണു. വീണ ആഘാതത്തിൽ അവൻ്റെ കയ്യിലെ കത്തി മണ്ണിലേക്ക് തെറിച്ചുപോയി. അവൻ നെഞ്ചും പൊത്തിപ്പിടിച്ച് ശ്വാസം കിട്ടാതെ മണ്ണിൽ കിടന്നു പിടഞ്ഞു. പെണ്ണാണെന്ന് കരുതി അവളുടെ മേൽ കുതിര കയറാൻ വരരുത്. ഇനി ഒരൊറ്റ തവണ നീ ഈ വീട്ടുപടിക്ക വന്ന നിന്റെ ശവം പോലും ഈ നാട്ടുകാർ കാണില്ല. ഇറങ്ങിപ്പോടാ എൻ്റെ കൺമുന്നിൽ നിന്ന്. രുദ്രൻ വല്ലാതെ ഭയന്നു പോയിരുന്നു. അവൻ എഴുന്നേറ്റ് നെഞ്ചും തടവിക്കൊണ്ട് തൻ്റെ ബുള്ളറ്റിനടുത്തേക്ക് ഓടി വണ്ടിയുമെടുത്ത് അവിടെ നിന്ന് പാഞ്ഞുപോയി. രുദ്രൻ ആ അടി കണ്ട് പേടിച്ചോടിയെങ്കിലും അവൻ്റെ ഉള്ളിലെ പ്രതികാര ചിന്തയും ലഹരിയും അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പകൽ ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് മംഗലത്തെ ചെറുക്കൻ തന്നെ ചവിട്ടി വീഴ്ത്തിയത് അവന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അന്ന് രാത്രിയായപ്പോഴേക്കും കാലാവസ്ഥ ആകെ മാറിമറിഞ്ഞു. ശക്തമായ കാറ്റിൽ മരച്ചില്ലകൾ പരസ്പരം ഉരസി. ഇടിമിന്നലോടെ കനത്ത മഴ പെയ്യാൻ തുടങ്ങി. ലൈനുകളെല്ലാം പൊട്ടി വീണതുകൊണ്ട് നാടൊട്ടാകെ ഇരുട്ടിലായിരുന്നു. ഈ സമയം കയ്യിലൊരു ഇരുമ്പ് വടിയുമായി രുദ്രൻ പൗർണമിയുടെ വീട്ടുപറമ്പിലേക്ക് അതിക്രമിച്ചു കയറി. കനത്ത മഴയുടെ ശബ്ദമുള്ളതുകൊണ്ട് തൻ്റെ കാൽപെരുമാറ്റം ആരും കേൾക്കില്ലെന്ന് ഉറപ്പ് അവനുണ്ടായിരുന്നു. മുറ്റത്ത് വെളിച്ചമില്ല. ഉള്ളിലെ വന്യമായ ഭ്രാന്തുമായി അവൻ പതുക്കെ പതുക്കെ ആ വീടിൻ്റെ ഉമ്മറത്തേക്ക് നടന്നു കയറി. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി പൗർണമിയെ തീർക്കണം. അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഉമ്മറപ്പടിയിൽ കാലെടുത്ത് വെച്ചതും ഇരുട്ടിൽ അവിടെ ആരോ ഇരിക്കുന്നത് പോലെ അവന് തോന്നി. സംശയം തീർക്കാൻ രുദ്രൻ തൻ്റെ ഫോണെടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് നേരെ ഉമ്മറത്തേക്ക് അടിച്ചു. വെളിച്ചം ചെന്ന് വീണ കാഴ്ച കണ്ട് രുദ്രൻ ഒരു നിമിഷം ശ്വാസം പോലും വിടാനാകാതെ ഭയന്ന് വിറച്ച് നിന്നുപോയി.
ആ വീടിൻ്റെ മുൻവശത്തെ പ്രധാന വാതിലിന് തൊട്ടുകുറുകെ ഒരു പഴയ ചാരുകസേരയിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് തികച്ചും ശാന്തനായി മംഗലത്ത് നിരഞ്ജൻ ഇരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ നല്ല കനമുള്ള ഒരു വടിയുണ്ടായിരുന്നു. ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നിരഞ്ജൻ്റെ കണ്ണുകൾ ഒരു വേട്ടമൃഗത്തിൻ്റേതുപോലെ തിളങ്ങി. നിന്നോട് ഈ വഴിക്കിനി വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലടാ നായെ. ചാരുകസേരയിൽ നിന്ന് ഒരൊറ്റ കുതിപ്പിന് എഴുന്നേറ്റ നിരഞ്ജൻ രുദ്രനെ ആലോചിക്കാൻ പോലും സമയം കൊടുക്കാതെ അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. ഇത്തവണ നിരഞ്ജൻ്റെ ഉള്ളിൽ ദയയുടെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. മണ്ണിലേക്ക് തെറിച്ചു വീണ രുദ്രൻ്റെ കയ്യിൽ നിന്നും ഇരുമ്പുവടിയും ഫോണും ദൂരേക്ക് തെറിച്ചുപോയി. നിരഞ്ജൻ ആ കനത്ത മഴയത്ത് ചെളി നിറഞ്ഞ മുറ്റത്തിട്ട് രുദ്രനെ ഒരു പട്ടി തല്ലുന്ന പോലെ തല്ലാൻ തുടങ്ങി. ഓരോ അടിയും രുദ്രൻ്റെ ശരീരത്തിൽ പതിക്കുമ്പോഴും അവൻ വേദന കൊണ്ട് അലറി ഒടിച്ചു. അടി കൊണ്ട് അവൻ മുറ്റത്തെ ചെളിയിലൂടെ ഉരുണ്ടു. പുറത്ത് കാതടപ്പിക്കുന്ന ഇടിശബ്ദത്തിനിടയിലും രുദ്രൻ്റെ നിലവിളി കേട്ടാണ് പൗർണമി ഭയത്തോടെ വീടിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിയത്. മുറ്റത്തെ കാഴ്ച കണ്ട് അവൾ ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. കനത്ത മഴയത്ത് നനഞ്ഞു കുളിച്ച് സർവ്വനിയന്ത്രണവും നഷ്ടപ്പെട്ട അവസ്ഥയിൽ രുദ്രനെ അടിച്ച് ചതക്കുകയാണ് നിരഞ്ജൻ. നിരഞ്ജേട്ടാ, അരുത്, വിടാൻ. പൗർണമി ഓടിച്ചെന്ന് നിരഞ്ജൻ്റെ കയ്യിൽ തൂങ്ങി അവനെ പിന്നോട്ട് മാറ്റി നിർത്താൻ പരമാവധി ശ്രമിച്ചു. നിരഞ്ജൻ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നെറ്റിയിലെ ഞരമ്പുകൾ ദേഷ്യം കൊണ്ട് പിടഞ്ഞു. അവൻ പൗർണമിയെ നോക്കി. ഇവനെ ഇനി ഞാൻ തല്ലണോ അതോ നീ തല്ലണോ പൗർണമി? നിന്നെ ഇതുവരെ നേരിട്ടും അല്ലാതെയും അവനെ ഉപദ്രവിച്ചതിനും പരിഹസിച്ചതിനും നിന്റെ ആത്മാഭിമാനം തകർത്തതിനുമെല്ലാം ദാ ഇപ്പോൾ നീ മുതലും പലിശയും സഹിതം തിരികെ അങ്ങ് കൊടുക്ക്. നിരഞ്ജൻ്റെ ആ വാക്കുകൾ പൗർണമിയുടെ ഉള്ളിൽ വർഷങ്ങളായി അടക്കി പിടിച്ചിരിക്കുന്ന അമർഷ്യത്തിൻ്റെ തീക്കനൽ ആളിക്കത്തിച്ചു. തൻ്റെ അച്ഛൻ്റെ കണ്ണീരിന് കാരണമായവൻ, തൻ്റെ ജീവിതം നരകതുല്യമാക്കിയവൻ ദാ തൻ്റെ മുന്നിൽ മണ്ണിൽ കിടക്കുന്നു. പെട്ടെന്ന് പൗർണമി മുന്നിലേക്ക് കയറി വന്നു. ഭയമെല്ലാം മാറി അവളുടെ മുഖത്ത് വന്യമായൊരു ഭാവം നിറഞ്ഞു. മണ്ണിൽ കിടന്ന രുദ്രൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് നിരഞ്ജൻ അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. തൻ്റെ സർവ്വശക്തിയും എടുത്ത് പൗർണമി രുദ്രൻ്റെ മുഖം അടച്ച് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. ആ വലിയ മഴയുടെ ശബ്ദത്തെ പോലും കീറിമുറിച്ചുകൊണ്ട് ആ അടിയുടെ ശബ്ദം അവിടെ മുഴങ്ങി. അപ്രതീക്ഷിതമായ അടിയിൽ രുദ്രൻ ഞെട്ടിപ്പോയി. തന്നെ ഇന്നും പേടിച്ച് ജീവിച്ചിരുന്ന പൗർണമിയുടെ കണ്ണുകളിൽ ആ രൗദ്രഭാവം കണ്ടപ്പോൾ അവൻ ശരിക്കും ഭയന്നുപോയി. ഇനി ഇവിടെ നിന്നാൽ ജീവനോടെ തിരിച്ചു പോകില്ലെന്ന് അവൻ ഏകദേശം ഉറപ്പായി. അവൻ ഒഴിച്ചു വന്ന ചോരയും തുടച്ച് വീണു കിടന്ന ഫോണും എടുത്ത് ആ കനത്ത ഇരുട്ടിലേക്ക് പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഇനി അവൻ ആ വശത്തേക്ക് വരില്ലെന്ന് ഉറപ്പായിരുന്നു. അവൻ പോയതോടെ ആ മുറ്റം വീണ്ടും നിശബ്ദമായി. മഴ പെയ്തുകൊണ്ടേയിരുന്നു. രുദ്രൻ പോയ വഴിയിലേക്ക് നോക്കി നിന്ന പൗർണമി വിറക്കുന്ന ശരീരത്തോടെ തിരികെ വീട്ടിലേക്ക് കയറാൻ തുടങ്ങി. എന്നാൽ നിരഞ്ജൻ അതിനനുവദിച്ചില്ല. അവൻ വേഗത്തിൽ മുന്നോട്ട് വന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചു. ആ ഉമ്മറത്തെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ ഇരുവശത്തുമായി കൈകൾ ചുമരിൽ കുത്തി അവൻ അവളെ തൻ്റെ ശരീരത്തോട് അടുപ്പിച്ച് നിർത്തി. എവിടേക്കാ നീ എന്നിൽ നിന്ന് ഇനി ഒളിച്ചോടിപ്പോകുന്നത്? നിരഞ്ജൻ്റെ ശബ്ദം ഇടറിയിരുന്നു. എന്നെ വിട് നിരഞ്ജേട്ടാ, ദയവ് ചെയ്ത് എന്നെ വിട്. പൗർണമി അവൻ്റെ കണ്ണിലേക്ക് നോക്കാതെ മുഖം തിരിച്ച് വിക്കി വിക്കി പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ സങ്കടം മണപ്പൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു. ഇല്ല, ഇനി ഞാൻ നിന്നെ വിടില്ല. നീ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ വിടില്ല. നിരഞ്ജൻ അവളുടെ തോളുകളിൽ മുറുകെ പിടിച്ചു. അന്ന് നിന്റെ അച്ഛന് വേണ്ടി നീ എന്നെ തള്ളി പറഞ്ഞു. ഞാൻ സഹിച്ചു. നിന്റെ വിവാഹം കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ ഞാൻ ചത്ത് ജീവിച്ചു. പക്ഷെ ഇത്രയും കാലം നീ അനുഭവിച്ച നരകയാതനകൾ അതും കൂടി കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പൗർണമി. എനിക്ക് വയ്യ, എന്നെ വേദനിപ്പിക്കാൻ വയ്യ, നിന്നെ വേദനിപ്പിക്കാനും എനിക്ക് വയ്യ. അത്രയും പറഞ്ഞപ്പോഴേക്കും നിരഞ്ജൻ്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു. നിരഞ്ജൻ്റെ കണ്ണീരും അവൻ്റെ ഹൃദയമിടിപ്പും പൗർണമിയുടെ ഉള്ളിലെ കരിങ്കല്ല് പോലെയുള്ള ഷാഢ്യങ്ങളെ ഒട്ടാകെ തകർത്ത് കളഞ്ഞു. ഇത്രയും കാലം താൻ ആർക്കു വേണ്ടിയാണ് ഒളിച്ചോടിയത്? തന്നെ ഇത്രമാത്രം ജീവനായി സ്നേഹിക്കുന്ന ഈ മനുഷ്യനെയാണോ താൻ അകറ്റി നിർത്തിയത്? അവൾക്ക് ഇനിയും തൻ്റെ പ്രണയം മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അവൾ തൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ച് നിരഞ്ജന കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവനെ തൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ഉറക്കി ഉറക്കി പൊട്ടിക്കരഞ്ഞു. 5 വർഷത്തെ വിരഹത്തിൻ്റെ വേദനയുടെ അപമാനത്തിൻ്റെ എല്ലാ ഭാരവും ആ കണ്ണീരിലൂടെ ഒലിച്ചുപോയി. ആ കനത്ത പെയ്യുന്ന മഴയെ സാക്ഷിയാക്കി ആ ഇരുണ്ട രാത്രിയിൽ തങ്ങളെ പിരിച്ച ഭൂതകാലത്തിൻ്റെ നിഴലുകളെയെല്ലാം തകർത്തുകൊണ്ട് അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു തീർത്തു. ഇനി ഒരിക്കലും പിരിയില്ലെന്ന വണ്ണം പൗർണമി നിരഞ്ജൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. ഇന്ന് നിരഞ്ജൻ്റെയും പൗർണമിയുടെയും വിവാഹമായിരുന്നു. കനത്ത മഴ പെയ്തു തുടർന്നിരുന്നു. ആകാശത്തു നിന്ന് വീഴുന്ന ജലകണങ്ങളുടെ ശബ്ദവും തണുത്ത കാറ്റും മാത്രം ആ രാത്രിക്ക് കൂട്ടായി അവശേഷിച്ചു. മുറിക്കുള്ളിലെ കട്ടിലിൻ്റെ ഒരറ്റത്ത് പൗർണമി ഇരിക്കുകയായിരുന്നു. പുതിയൊരു ചുവപ്പ് പട്ടുസാരിയായിരുന്നു അവളുടെ വേഷം. കുളി കഴിഞ്ഞതുകൊണ്ട് ഈറൻ മാറിയ മുടികൾ
തോളിലൂടെ വശങ്ങളിലേക്ക് പടർന്നു കിടപ്പുണ്ട്. അവളുടെ കൈവിരലുകൾ സാരിത്തുമ്പിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നെഞ്ചിടിപ്പ് അതിൻ്റെ പരമാവധിയിലാണ്. ഭയമല്ല, മറിച്ച് വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടന്ന പ്രണയം ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ, തൻ്റെ ജീവനായവൻ്റെ മുന്നിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കപ്പെടാൻ പോകുന്നതിൻ്റെ ഒരു സുഖമുള്ള വിറയലായിരുന്നു അവളിൽ അന്നേരം. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ പതുക്കെ മിഴികൾ ഉയർത്തി. നിരഞ്ജൻ അകത്തേക്ക് കയറി വാതിൽ പൂട്ടുകയായിരുന്നു. വെള്ള മുണ്ടും ബ്ലാക്ക് ഷർട്ടും ധരിച്ച അവൻ പൗർണമിയുടെ അടുത്തേക്ക് പതുക്കെ നടന്നു വന്നു. അവളുടെ വിറക്കുന്ന രൂപം കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു ആർദ്രമായി പുഞ്ചിരി വിരിഞ്ഞു. അവൻ പതുക്കെ കട്ടിലിൽ അവൾക്ക് തൊട്ടരികിലായി വന്നിരുന്നു. അവനിൽ നിന്നുള്ള പുരുഷഗന്ധം അവളുടെ ആത്മാവിലേക്ക് പടർന്നപ്പോൾ പൗർണമി അറിയാതെ ഒന്ന് കൂമ്പിപ്പോയി. പൗർണമി, അവൻ അതീവ ആർദ്രമായി വിളിച്ചു. അവൾ മറുപടി പറയാതെ നോട്ടം താഴേക്ക് തന്നെ ഒതുക്കി. അവളുടെ കവിളുകൾ ഈ നേരിയ വെളിച്ചത്തിലും ചുവന്നു തുടുക്കുന്നത് നിരഞ്ജൻ കണ്ടു. അവൻ പതുക്കെ തൻ്റെ വലതുകൈ ഉയർത്തി അവളുടെ താടിയിൽ പിടിച്ച് മുഖം തനിക്ക് നേരെ ഉയർത്തി. കണ്ണീരൊഴിഞ്ഞ് അവളുടെ ആ കരിമിഴികളിൽ ഇപ്പോൾ പ്രണയം മാത്രം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നെ പേടിയാണോ? അവൻ പതുക്കെ ചോദിച്ചു. പേടിയല്ല നിരഞ്ജേട്ടാ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇപ്പോഴും ഒരു സ്വപ്നത്തിലാണോ എന്ന് തോന്നിപ്പോവുകയാണ്. അവളുടെ ശബ്ദം നേർത്തി വിടച്ചു. സ്വപ്നമല്ല പൗർണമി, ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യം. ഇനി നിന്നെ എന്നിൽ നിന്നും മാറ്റാൻ ആർക്കും കഴിയില്ല, വിധിക്കുപോലും. അവൻ അവളുടെ കൈകൾ തൻ്റെ കൈവെള്ളയിലാക്കി ഒതുക്കി പിടിച്ചു. അവൻ്റെ കൈകളിൽ നിന്നും പടർന്ന ചൂട് അവളുടെ ശരീരമാകെ ഒരു മിന്നൽ പോലെ പടർന്നു കയറി. നിരഞ്ജൻ പതുക്കെ അവളുടെ മുഖത്തേക്കെടുത്തു. അവൻ്റെ ചൂടുള്ള ശ്വാസം തൻ്റെ മുഖത്ത് പതിക്കാൻ തുടങ്ങിയപ്പോൾ പൗർണമി കണ്ണുകൾ പതുക്കെ അടച്ചു. അവൻ തൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർത്തി. ഒരു ചുംബനത്തിന് വല്ലാത്തൊരു പവിത്രതയുണ്ടായിരുന്നു. വർഷങ്ങളായി അവൾ അനുഭവിച്ച നരകയാതനകൾക്കെല്ലാമുള്ള ഒരു അമൃതധാര പോലെ. നെറ്റിയിൽ നിന്നും അവൻ പതുക്കെ അവളുടെ കൺപോളകളിലേക്കും കവിളുകളിലേക്കും തൻ്റെ അധരങ്ങളെ പടർത്തി. അവളുടെ ശ്വാസഗതി വേഗത്തിലായി. അവൾ അറിയാതെ നിരഞ്ജൻ്റെ തോളുകളിൽ തൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ളതായി തോന്നുന്നത് നിന്റെ ഈ മുഖത്തിനാണ്, അവൻ അവളുടെ കാതോരങ്ങളിൽ പതിയെ മന്ത്രിച്ചു. ആ വാക്കുകൾ അവളുടെ ഉള്ളിലെ പഴയ അപകർഷതാബോധത്തിൻ്റെ അവസാന കണികയും ഉരുക്കി തീർത്തിരുന്നു. നിരഞ്ജൻ പതുക്കെ അവളുടെ സാരിയുടെ തലപ്പ് തോളിൽ നിന്നും താഴേക്ക് മാറ്റി. അവൻ്റെ വിരലുകൾ അവളുടെ നഗ്നമായ തോളുകളിൽ തൊട്ടപ്പോൾ അവളൊന്ന് പിടഞ്ഞു. മുറിയിലാകെ ഇരുട്ട് പടർന്നെങ്കിലും ആ ഇരുട്ടിൽ അവരുടെ ഹൃദയമിടിപ്പുകൾ കൂടുതൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. വിറച്ചുകൊണ്ടിരിക്കുന്ന പൗർണമിയുടെ അധരങ്ങളിലേക്ക് നിരഞ്ജൻ തൻ്റെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു. അതൊരു ദാഹശമനമായിരുന്നു. 5 വർഷത്തെ വിരഹത്തിൻ്റെ, കാത്തിരിപ്പിൻ്റെ, പ്രണയത്തിൻ്റെ എല്ലാ തീവ്രതയും ആ ചുംബനത്തിൽ അടങ്ങിയിരുന്നു. പൗർണമി തൻ്റെ കൈകൾ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് ആ ചുംബനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നിച്ച് താണുപോയി. പുറത്ത് ഇരുട്ടായിരുന്നെങ്കിലും ആ മുറിക്കുള്ളിൽ അവരുടെ പ്രണയത്തിൻ്റെ പൗർണമി വിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ശരീരവും മനസ്സും ഒന്നായി കുരുക്കി ചേർന്ന ആ രാത്രിയിൽ ഭൂതകാലത്തിൻ്റെ എല്ലാ മുറിവുകളും പ്രണയത്തിൻ്റെ അസുഖമുള്ള ചൂരിൽ എന്നേക്കുമായി ഇല്ലാതായിപ്പോയി. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്.